അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇടയ്ക്കിടെ അള്ളാഹു ഗഫൂറാൻ, ഗഫാറാൻ, ചൊവ്വാബാൻ എന്നിങ്ങനെ ആവർത്തിച്ചു പറയും. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ പോലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു പറഞ്ഞ ഇസ്മ് അള്ളാഹുവിന് മാപ്പ് തരാൻ ഇഷ്ടമാണ്, പുറത്തു തരാൻ ഇഷ്ടമാണ്, അഫുവാൻ. അഫു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മുകളിലാണ്. നമ്മൾ ചില മെസ്സേജുകളൊക്കെ ചെയ്താൽ ആരും അറിയാതിരിക്കാൻ ഡിലീറ്റ് ഫോർ എവരി വൺ അടിക്കുന്നത് പോലെ നമ്മൾ ചെയ്തു പോയ തിന്മകളെ മായ്ച്ചു കളയുന്നവൻ, എഴുതിയ മലായിക്കത്തിന് പോലും ഓർമ്മയില്ലാത്ത വിധം ഡിലീറ്റ് ചെയ്യുന്നവൻ എന്നതാണ് അഫു. അസ്മാഉൽ ഹുസ്നയെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിലേറ്റവും കൂടുതൽ ആവർത്തിച്ചത് പാപമോചനവുമായി ബന്ധപ്പെട്ട ഇസ്മുകളാണ്. വ ഇന്നി ലഗഫാറുൽ ലിമൻ താബ്. ഖുർആൻ പറഞ്ഞല്ലോ, തൗബ ചെയ്ത് വരുന്ന ആളുകൾക്ക് ധാരാളമായി പുറത്തു കൊടുക്കുന്ന ആളാണ് അല്ലാഹു തആല. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. നിങ്ങളെ തിന്മകളൊക്കെ പുറത്തു തരാൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ചെറിയ അമലുകളിൽ പോലും അള്ളാഹു പാപമോചനം വെച്ചത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഏതോ ചില ഗൗരവമേറിയ തെറ്റ് സംഭവിച്ചു പോയ ഒരാൾ വരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ, ഞാനൊരു തെറ്റൊക്കെ ചെയ്തു പോയി, എൻ്റെ തൗബയെ അള്ളാഹു സ്വീകരിക്കുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തൽക്കാലത്തേക്ക് മൈൻഡ് ചെയ്തില്ല. വീണ്ടും അദ്ദേഹം ഈ ചോദ്യം ആവർത്തിക്കുന്നു. അപ്പോഴും ഹബീബായ നബി തങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നീട് ബാങ്കിൻ്റെ സമയമായി, നിസ്കാരത്തിൻ്റെ സമയവും പ്രവേശിച്ചു. എല്ലാവരും വുളൂ ചെയ്ത് നിസ്കരിക്കുന്ന പോലെ അദ്ദേഹവും വുളൂ ചെയ്ത് നിസ്കരിച്ചു. ശേഷവും അദ്ദേഹം ഇതേ ചോദ്യം ആവർത്തിച്ചു, നബിയെ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തല്ലോ, എൻ്റെ തൗബയെ അള്ളാഹു സ്വീകരിക്കുമോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഖദ് തവല്ലഗ്ത ഫഅഹ്സൻതൽ വുളൂ. നിങ്ങൾ വുളൂ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വുളൂ ചെയ്തില്ലേ? പിന്നെ നമ്മോടൊപ്പം നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്തില്ലേ? ഖും ഖദ് ഗഫറല്ലാഹു ലക്. എങ്കിൽ പൊയ്ക്കോളൂ, അള്ളാഹു നിങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുത്തിട്ടുണ്ടാകും. അള്ളാഹു ചെറിയ നമ്മുടെ അമലുകൾക്കകത്തൊക്കെ പാപമോചനത്തെ അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം ഒന്ന് കൈപ്പിടിച്ചാൽ രണ്ടുപേരുടെ ദോഷവും പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പേ പൊറുക്കാൻ തയ്യാറുള്ളൊരു റബ്ബുണ്ട് നമുക്ക്. ഒരാളെങ്ങാനും സ്വന്തം ഉമ്മയുടെയോ ഉപ്പയുടെയോ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം അവന് വേണ്ടി നിശ്ചയിക്കാൻ മനസ്സുള്ള ഒരു അള്ളാഹു ഉണ്ട് നമുക്ക്. ഒരു ഹജ്ജിൻ്റെ പ്രതിഫലം നമുക്കറിയാലോ, ഒരു ചെറിയ കുട്ടിയെപ്പോലെ ശുദ്ധനായി മാറലാണ്. ചെറിയ അമലുകൾക്കകത്ത് ഒരുപാട് പാപമോചനങ്ങളുണ്ട്. ചെറിയ ദിക്റുകളിൽ, ചെറിയ ഇസ്തിഗ്ഫാറുകളിൽ, ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് പൂർത്തീകരിക്കാവുന്ന കർമ്മങ്ങൾക്കകത്ത് വലിയ പാപമോചനങ്ങളെ ഒരുക്കി വെച്ച അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബാണ് നമ്മോട് പറയുന്നത്, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും. നിങ്ങളെ തൗബയെ സ്വീകരിക്കാൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന്. ആ റബ്ബാണ് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകളോട് പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അള്ളാഹുവിൻ്റെ അഭിസംബോധനം തന്നെ, ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചു പോയ എൻ്റെ അടിമകളെ, നിങ്ങൾ നിരാശപ്പെട്ട് നടക്കരുത്, നിങ്ങളെ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുമല്ലോ എന്ന മനോഹരമായ ധന്യമായ പ്രയോഗം ഖുർആനിൻ്റെതാണ്. ഈ റബ്ബിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. ഇസ്തിഗ്ഫാർ ധാരാളമായി വർദ്ധിപ്പിക്കണം. പരിശുദ്ധ റമദാനിലെ ഒഴിവു സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ഹൃദയത്തെ ക്ലീനാക്കണം. പല തിന്മകളും ചെയ്ത് ഹൃദയത്തിൽ ഒരുപാട് ബ്ലാക്ക് മാർക്കുകൾ നമുക്ക് വീണു പോയിട്ടുണ്ടാകും. ഒരുപാട് തിന്മയുടെ അടയാളങ്ങൾ ഹൃദയത്തിൽ എവിടെയോ നമ്മുടെ ഹൃദയത്തെ മലിനപ്പെടുത്തുന്നുണ്ടാകും. ഇസ്തിഗ്ഫാർ അത് ക്ലീൻ ചെയ്യാനുള്ള മരുന്നാണ്. അത് ക്ലീനായി മാറുന്നതോടുകൂടെ ഹൃദയം വിശുദ്ധിയുള്ളതായി മാറും. ഏത് നന്മയെയും നമുക്ക് സ്വീകരിക്കാനാവും, ഏത് തിന്മയെയും നമുക്ക് അകറ്റി നിർത്താനാകും. നമ്മൾ അള്ളാഹുവിലേക്ക് സ്വകാര്യമായി, പടച്ചോനെ, ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തു പോയവനാണ്, എന്നോട് പൊറുക്കണേ എന്ന് മനസ്സറിഞ്ഞാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും അള്ളാഹു നമ്മെ ആട്ടിയോടിക്കില്ല. ഞാൻ സ്വീകരിക്കാൻ റെഡിയല്ല എന്ന വാക്ക് പറയാൻ നമ്മുടെ റബ്ബ് റെഡിയേ അല്ല. സ്വീകരിക്കാനേ റബ്ബ് തയ്യാറുള്ളൂ. പക്ഷേ നിബന്ധനകളുണ്ട്.
ചെയ്തു പോയ തിന്മയിലേക്ക് ഇനി മടങ്ങില്ലെന്ന തീരുമാനം വേണം. തിന്മയിലേക്ക് നമ്മെ നയിച്ചിരുന്ന സാഹചര്യങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയണം. ചെയ്തു പോയിരുന്നത് തെറ്റാണെന്ന ബോധ്യവും നമുക്കുണ്ടാകണം. എങ്കിൽ നിങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു തീരുന്നതിൻ്റെ മുമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകും. ഗാഫിരി ദംബി ഖാബിലി തൗബി, ഖുർആനിൻ്റെ പ്രയോഗം അങ്ങനെയല്ലേ? സാധാരണ പറയേണ്ടത് തൗബ സ്വീകരിച്ച് ദോഷം പൊറുക്കുന്ന റബ്ബ് എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു ഉപയോഗിച്ചത് തന്നെ ദോഷം പൊറുക്കുന്നവനെന്ന് ആദ്യം, പിന്നെ തൗബ സ്വീകരിക്കുന്നവനെന്ന്. നമ്മളൊക്കെ നോർമലി അപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടാണല്ലോ ഫണ്ട് പാസ്സാക്കുക. എന്നാൽ അള്ളാഹു പറഞ്ഞ സിസ്റ്റം നേരെ ഓപ്പോസിറ്റാണ്. ആദ്യം പറയുന്നത് ദോഷം പൊറുക്കാമെന്ന്, രണ്ടാമത് പറയുന്നത് തൗബയെ സ്വീകരിക്കുന്നവനെന്ന്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ തരുന്ന ആയത്ത് പോലും ഇതാണെന്ന്. മനുഷ്യൻ്റെ തൗബ സ്വീകരിക്കുന്നതിൻ്റെ മുമ്പേ മനുഷ്യൻ്റെ ദോഷത്തെ പൊറുക്കാൻ തയ്യാറുള്ള ഒരു റബ്ബ്, റബ്ബുൻ ഗഫൂർ, നമ്മുടെ റബ്ബാണ്. നമുക്ക് നമ്മുടെ റബ്ബിനെക്കുറിച്ച് ഓർക്കുമ്പോഴും പറയുമ്പോഴും വല്ലാത്ത ഒരു ആത്മാഭിമാനം ഹൃദയത്തിലുണ്ടാകണം. നമ്മെ അത്രമേൽ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബായിരിക്കണം ഏത് നിമിഷവും നമ്മുടെ ഹൃദയം നിറയെ. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.